ഞാൻ അതിങ്ങനെ ആലോചിച്ച് എന്താ പറയുന്നത്. പിന്നെ ഞാൻ ചിന്തിച്ചു നോക്കി, ഞാൻ ആ പറയുന്നത് ശരിക്കും ഞാൻ പറയുന്നത് വിവരക്കാരാണ്. ഇതിന്റെ അകത്ത് 100-500 ആളുള്ളപ്പം അത്രേ പോയില്ലേ. അല്ലെങ്കിലും എടാ വേട്ടാവളിയ, നീ പറയുന്നത് കംപ്ലീറ്റ് മുഴുവനും വിവരക്കേടാണ് എന്നുള്ള കാര്യം നിന്നെ കാണുന്ന ജനങ്ങൾക്കും ഞങ്ങളെ കാണുന്ന ജനങ്ങൾക്കും മനസ്സിലായിട്ടുണ്ട്. അതിൻ്റെ കറക്റ്റ് വിവരങ്ങളൊക്കെ അവർ കമൻ്റ് ആയിട്ട് ഇടുന്നില്ലേ? അതാണ് നീ പറയുന്നത് മുഴുവൻ വിവരക്കേടുന്ന് പോരെ ശുദ്ധ മണ്ടത്തരവുമാണെന്ന്. കുറച്ചെങ്കിലും ബോധം ഉണ്ടായിരുന്നെങ്കിൽ നിന്നെ മണ്ടനെങ്കിലും എന്ന് വിളിക്കാമായിരുന്നു. അതുപോലും ഇല്ലാത്ത നിന്നെ എന്ത് വിളിക്കുമെടാ നാറി വേട്ടാവളിയായി. ജസ്നയ്ക്ക് മനസ്സിലായിട്ടുള്ള കാര്യം ഇപ്പൊ ജസ്ന വന്ന് പറയും. അവൾക്ക് മാത്രമേ കാര്യം മനസ്സിലാവൂ. കാണിച്ചരണ്ടടാ, നിന്റെ അമ്മ പണ്ട് വേശ്യാലയത്തിൽ പോയതും നിന്റെ അച്ഛൻ ഈ പറയുന്ന ബഷീറിനെയും കൂട്ടിയിട്ട് റൂം എടുത്ത് ലോഡ്ജിൽ താമസിച്ച കഥകളൊക്കെ ഇന്ന് കൊയിലാണ്ടി പരിസരത്ത് പാട്ടാണ്ട നാറി. അതിനു മുമ്പ് നിന്റെ അമ്മേനെ 10 പേര് കയറി ഉണ്ടാക്കിയിട്ട് നീ ഉണ്ടായത് എന്നുള്ള കാര്യമൊക്കെ കോഴിക്കോട് അങ്ങാടിയിൽ പാട്ടാണ്ട നാറി. അത് കഴിഞ്ഞിട്ടാണ്ട വേട്ടാവളിയെ നിന്റെ അമ്മ നിന്റെ ബാപ്പച്ചനെന്ന് നീ ഇപ്പം വിളിക്കുന്ന അവനെയും കൂട്ടിയിട്ട് ലോഡ്ജ് മുഖാന്തരം കയറി ഇറങ്ങി റൂം എടുത്ത് 10 പേര് കയറി ഇറങ്ങി ഉണ്ടായ നിന്നെ ഇപ്പൊ ഉള്ള ബാപ്പച്ചന്റെ തലയിൽ കെട്ടിവെച്ചത്. ഇതാണിപ്പോ കോഴിക്കോട് കൊയിലാണ്ടി ഉള്ളേരി പരിസരത്തുള്ള നാട്ടുകാർ പാടിക്കൊണ്ട് കിടക്കുന്ന കഥ. നിന്റെ അമ്മേനെ ലോഡ്ജിൽ നിന്ന് പിടിച്ചതും നിന്റെ ഇപ്പോൾ ഉള്ള ബാപ്പച്ചന്റെ തലയിൽ നിന്റെ തള്ള കയറി കൂടിയതും എങ്ങനെയാണെന്നുള്ള കഥ നാട്ടുകാർ തന്നെ ഞങ്ങൾക്ക് നല്ല അസലായിട്ട് പറഞ്ഞു തരുന്നുണ്ട്. പിന്നെ പോക്സോ കേസിലെ മുഖ്യ നായകനല്ലയോ നീ? ഇപ്പൊ ഈ മലരനെ കണ്ട് മയങ്ങിയിട്ട് മിന്നാമിനിങ്ങിന്റെ നുറുങ്ങുവട്ടം മകലേന്ന് കണ്ട് പാറി അടുത്ത് വരുന്ന ഈയാമ്പാറ്റകളെ പോലുള്ള കുറെ ലേഡീസ് ഉണ്ട്. പേരൊക്കെ ഇരുന്ന് ഇവൻ നിർവൃതിയോടുകൂടി വായിച്ച് പുളകിതനാവുന്നത് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന കാര്യമാണ്. അപ്പൊ ആ ലേഡീസിനോട് എനിക്ക് പറയാനുള്ളത്, എൻ്റെ പൊന്നുമക്കളെ, 2012 നടന്ന മഹത്തായ ഒരു പീഡന കേസിലെ കോഴിക്കോട് കൊയിലാണ്ടി ഉള്ളേരി ആ ഭാഗത്തെ ജനങ്ങളോട് ചോദിച്ച ആ കഥ നിങ്ങൾക്ക് ഇന്നും അവിടുത്തെ ജനങ്ങൾ പറഞ്ഞു തരും. ഇവന്റെ ആ മഹത്തായ കഥ, പ്രായപൂർത്തിയാവാത്ത പെൺകുട്ടീനെ പീഡിപ്പിച്ചിട്ട് അന്ന് ഇതുപോലെ സോഷ്യൽ മീഡിയ ഒന്നും ആയിട്ടില്ല. അതുകൊണ്ട് നമുക്ക് ആ കേസ് സോഷ്യൽ മീഡിയയിൽ തിരഞ്ഞാൽ കിട്ടൂല. ഒന്നും അവിടെ ആ സംഭവം അറിയുന്ന ജനങ്ങളോട് നേരിട്ട് ചെന്ന് ചോദിച്ചാൽ നിങ്ങൾക്ക് കിട്ടും. ഇവന്റെ അമ്മ കോഴിക്കോട് കൊയിലാണ്ടി ഉള്ളേരി ഭാഗത്ത് വെടിവെക്കാൻ നടന്നിട്ട് 10 പേര് ചവറ് പോലെ കയറി ഇറങ്ങിണ്ടായിട്ടുള്ള മുതലാണ് ഇവൻ. അതുകൊണ്ടാണ് ഇവന്റെ വായിൽ നിന്ന് അങ്ങനത്തെ ഭാഷകൾ വരുന്നത്, സ്ത്രീകളെ കണ്ണി കണ്ട തെറുകൾ വിളിക്കുന്നത്. അല്ലാത്തവർക്കൊന്നും ഇങ്ങനെ വിളിക്കാൻ പറ്റൂല ഗൈസ്. അതാണ് നാട്ടിൽ അലഞ്ഞു തിരിഞ്ഞു നടന്ന ഇവനെ ബസ്സിന്ന് വെച്ച് പരിചയപ്പെട്ടിട്ട് പറയുന്ന സലീം കാക്കാന്റെ വീട്ടിൽ കൂട്ടിക്കൊണ്ടു വന്നിട്ട് താമസിക്കാൻ ഈ പെണ്ണൊരുത്തി കാണിച്ച ചങ്കൂറ്റം ഇന്ന് കേരളത്തിൽ ഒരു വീട്ടമ്മമാരും ഒരു സ്ത്രീകളും ചെയ്യൂല, ചെയ്യാൻ അവർക്ക് മനസ്സ് വരൂല എന്നുള്ള ഒരു കാര്യം കൂടി നിങ്ങൾക്ക് മനസ്സിലാക്കണം. അറിയാതെ സോഷ്യൽ മീഡിയയിൽ വന്നിട്ട് എനിക്ക് കുടുംബമില്ല എന്ന് പറഞ്ഞ് മോങ്ങിക്കൊണ്ട് നാട്ടിൽ നടക്കുന്ന കണ്ണി കണ്ട ബസ് ഡ്രൈവർമാരെയും ബസ് കണ്ടക്ടർമാരെയും ഒക്കെ വിളിച്ചു കയറ്റി ഏത് പെണ്ണുങ്ങൾ വീട്ടിൽ താമസിപ്പിക്കും? അങ്ങനെയുള്ളവരെ അഭിസാരികയ്ക്ക് മുകളിൽ എന്തെങ്കിലും വാക്കുണ്ടെങ്കിൽ അത് പറയണം, അത് വിളിക്കണം. ഇവന്റെ തള്ള ലോഡ്ജായ ലോഡ്ജ് മുഴുവൻ വെടിവെക്കാൻ നടന്ന പാരമ്പര്യം തന്നെയാണ് ഇവൾക്കും കിട്ടിയിരിക്കുന്നത്. നമ്മൾ ആരെങ്കിലും ബസ്സിൽ വെച്ച് പരിചയപ്പെട്ട ആൾക്കാരെ വീട്ടിൽ കൂട്ടിക്കൊണ്ടുവന്ന് താമസിപ്പിക്കോ? അനിയനാണ് ചേട്ടനാണെന്നും പറഞ്ഞു. ആദ്യം അനിയനായിരുന്നു, പിന്നെ കസിൻ ബ്രദറായി, ഇപ്പൊ ചേട്ടാന്ന് വിളിക്കുന്നു. അപ്പൊ ഇതിലേതാണ് ശരിയായിട്ടുള്ള ബന്ധമെന്ന് ഇവർക്ക് പോലും ഇപ്പൊ സ്ഥിരമായിട്ട് തെളിയിക്കാൻ പറ്റാത്ത അവസ്ഥയാണ്. ബസ് ഡ്രൈവർമാർക്കിടെയൊക്കെ സ്വഭാവം എന്താണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം അല്ലേ? ഈ ബസ്സിലെ പണിക്കാരെ വിവരവും ബുദ്ധിയുള്ള ബോധമുള്ള ഒരു പെണ്ണുങ്ങളും പ്രേമിക്കാനോ കല്യാണം കഴിക്കാനോ അറിഞ്ഞിരുന്നോണ്ട് പോവില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. അങ്ങനെയാണ് ഈ ബസ്സിലെ കണ്ടക്ടർമാർക്കിടെയും ഡ്രൈവർമാർക്കിടെയും ഒക്കെ സ്വഭാവം. അത് ഞാൻ നേരത്തെ ഒരു വീഡിയോയിൽ ഞാൻ വിശദമായിട്ട് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഈ വേട്ടാവളിനും വേട്ടാവളിച്ചിയും കൂടി എന്താണ് പറയുന്നതെന്ന് നമുക്ക് കേൾക്കാം. ഇപ്പൊ മനസ്സിലായല്ലോ, സ്വന്തം ഭർത്താവിന്റെ വീട്ടിൽ ഭർത്താവിന് വെളിയിൽ വരാൻ പറ്റൂല, ഭർത്താവിന് വെളിയിൽ തല കാണിക്കാൻ പറ്റൂല, അവനെ എന്തോ ഒരു കേസിൽ പെടുത്തി വെച്ചിട്ട് അവനിപ്പം ജയിലിലാണ്. അല്ലാത്ത ഒരു അന്തസ്സുള്ള ഒരു ആമ്പർന്നോനാണ് ഇവിടെ ഭർത്താവെങ്കിൽ സ്വന്തം വീട്ടിൽ ഇത്തരത്തിൽ റോട്ടിൽ നിന്ന് പരിചയപ്പെട്ട ഒരാളെ, ബസ്സിൽ വെച്ച് പരിചയപ്പെട്ട ഒരാളെ വീട്ടിൽ കയറ്റി താമസിപ്പിക്കാൻ ഏതെങ്കിലും നാട്ടിലുള്ള ആമ്പർന്നന്മാര് സമ്മതിക്കോ?
ആമ്പർന്നൊന്നല്ല അവരെ പറയണ്ടേ, ആറാമ്പർന്നൊന്നാണ് പറയണ്ടേ. അപ്പൊ ഈ പറയുന്ന കാക്ക ഈ പറയുന്ന വേശ്യ ഭാര്യയെ കൂട്ടിക്കൊടുത്ത് തിന്നുന്നവനാണെന്ന് വരെ എനിക്ക് പറയേണ്ടി വരും. ഈ പറയുന്ന കാക്ക ഇവന്റെ ഭാര്യ വേശ്യാപ്പണിക്ക് പോകുന്നതിനെ പ്രോത്സാഹിപ്പിക്കുന്ന കാക്കയാണ്. അതിൽ നിന്ന് അളവില്ലാത്ത സമ്പത്ത് കിട്ടുമ്പോൾ അത് വാങ്ങിച്ച് ഞണ്ണി മൂഞ്ചി തിന്നിട്ട് മിണ്ടാണ്ടിരിക്കുന്ന ഒരു കാക്ക. ഭർത്താവ് എന്ന് പറയുമ്പോൾ ഭർത്താവിന് വീട്ടിൽ പണിയെടുക്കണം, ചോറ് വെച്ച് കൊടുക്കണം, അവന്റെ തുണി അലക്കണം, അവന്റെ കുഞ്ഞുങ്ങളുടെ കാര്യം നോക്കണം, അങ്ങനത്തെ കുറേ പണികൾ സ്ത്രീകൾക്ക് വീട്ടിലുണ്ട്. ഇവള് നേരം വെളുക്കുമ്പോൾ ഒരു മൊബൈലും പിടിച്ചോണ്ടിരുന്ന് കഴിഞ്ഞാൽ ഹോട്ടലിൽ നിന്ന് വാങ്ങിച്ച് തിന്ന് തുള്ളിക്കളിച്ച് നടക്കുന്ന ഇവൾക്ക് സ്വസ്ഥമായിട്ട് ജീവിക്കാൻ വേണ്ടിയിട്ട്, ഇവള് ഭർത്താവിൻ്റെ വീട് സ്വന്തമാക്കാൻ വേണ്ടിയിട്ട് ഇവള് ആ പറയുന്ന ആ കാക്കേനെ എന്തോ ഹണി ട്രാപ്പ് ഇതുപോലെ എന്തോ ഒരു ഗുലുമാല ഉണ്ടാക്കിയിട്ട് അതിൽ പെടുത്തിയിട്ട് ആ കാക്കയ്ക്ക് ഇപ്പൊ വെളിച്ചത്ത് വരാനോ ജനങ്ങളുടെ മുമ്പിൽ വരാനോ എന്തെങ്കിലും ഒന്ന് പറയാനോ പുറത്ത് തല കാണിക്കാൻ പോലും പറ്റാത്ത ഒരവസ്ഥയിലാക്കി അവനെ ഏതെങ്കിലും ഒരു ജയിലിൽ അല്ലെങ്കിൽ ഇതുപോലത്തെ ഒരു അവസ്ഥയിൽ പെടിച്ചിട്ടിരിക്കുകയാണ്. കാരണം നാളെ ഇത് അങ്ങനെയല്ല ഇങ്ങനെയാണെന്നും പറഞ്ഞ് അവൻ വന്നു കഴിഞ്ഞാൽ കഴിഞ്ഞു അവന്റെ പരിപാടി. ഇവള് കഴിക്കും. സ്വന്തം ഭർത്താവിനെ ഇതുപോലെ എന്തോ ഒരു കേസിൽ പെടുത്തി കുടുക്കി ജയിലിലാക്കിയിട്ട് ആ സ്ത്രീ ഇപ്പം ഇവിടെ വന്ന് നാട്ടുകാരാണുങ്ങളെ വിളിച്ചിട്ട് റോട്ടിൽ വെച്ച് കണ്ട ബസ്സിൽ വെച്ച് കണ്ട ആണുങ്ങളെ കയറ്റി സ്വന്തം ഭർത്താവിന്റെ വീട്ടിൽ കസിൻ ബ്രദർ ആണെന്നും പറഞ്ഞ് നാട്ടുകാരോട് മുഴുവൻ പറഞ്ഞ് താമസിപ്പിക്കണമെങ്കിൽ ഒരു ചങ്കൂറ്റവും ഇല്ലേ, ഒരു ചങ്കുറപ്പില്ലേ? ഇതുപോലത്തെ ഒരു വെടിവാണത്തിന് എവിടെയെങ്കിലും നമുക്ക് കാണാൻ കഴിയുമോ? ഈ കേരളത്തിലുണ്ടാ ഇങ്ങനത്തെ ഒരു വെടിവാണം സ്ത്രീ? ഈ സോഷ്യൽ മീഡിയയിൽ ഇത്രയും സ്ത്രീ ജനങ്ങൾ വീഡിയോ ചെയ്യുന്നുണ്ട്. അതിൽ ഞാൻ ഏറ്റവും കൂടുതൽ വെടി എന്ന് വിളിക്കുന്നത് ഇവളെ ആയിരിക്കും. ഏതെങ്കിലും പെണ്ണ് വിളിച്ച ഉടനെ തന്നെ ഏതെങ്കിലും ആണുങ്ങൾ വന്നിട്ട് ഈ ഒരു കുടുംബത്തിൽ താമസിക്കോ? അപ്പൊ അവന്റെ കുടുംബത്തിന്റെ പാരമ്പര്യം എന്താണ്? അമ്മ ഭൂലോക വെടിയായതുകൊണ്ടാണ്. അമ്മ ലോഡ്ജ് മുഖാന്തരം കയറി ഇറങ്ങി വെടിവെക്കാൻ നടന്നതിന്റെ പരിണിത ഫലമായിട്ട് ഉണ്ടായവനാണ് ഇവൻ. അതുകൊണ്ടാണ് റോട്ടിൽ കണ്ട ബസ്സിൽ കണ്ട ഇവൻ വന്നിട്ട് ഇവൾക്ക് അന്തിക്കൂട്ട് കിടക്കുന്നത്. ഭർത്താവിനെ എന്തോ കേസിൽ കുടുക്കി ഓടിച്ചു വിട്ട് ജയിലിലാക്കി. എടി ഭർത്താവില്ലെങ്കിൽ അന്തസ്സായിട്ട് സ്ത്രീകൾ ഒറ്റയ്ക്ക് ജീവിക്കാനുള്ള ചങ്കൂറ്റം കാണിക്കണം. ആണുങ്ങളെ പിടിച്ച് വീട്ടിൽ കയറ്റിയിരുത്തല്ല വേണ്ടത്. മനസ്സിലായ? കല്യാണം കഴിച്ചിട്ടില്ല എന്നുള്ള പേരും കല്യാണം കഴിച്ചിട്ടില്ല എന്ന് മാത്രമേ ഉള്ളൂ. ബാക്കി വ്യഭിചാരമൊക്കെ നടക്കുന്നുണ്ടല്ലോ വീട്ടിലിരുന്നുകൊണ്ട്. പുറത്തും പോകുന്നുണ്ട് അത്യാവശ്യം ആൾക്കാരെ പിടിക്കാൻ. ഇവൻ കൂട്ടിക്കൊടുപ്പാണെന്നാണ് എല്ലാവരും പറയുന്നത്. ഇവനാണ് കൊണ്ടുവന്ന് കൂട്ടിക്കൊടുക്കുന്നത്. ഇപ്പൊ എന്തായാലും ഞങ്ങളൊക്കെ വന്ന് ഇതിന്റെ ഇടയിൽ ചാടിയ കാരണം കുറച്ച് ഹണി ട്രാപ്പ് ഒന്നും ഇപ്പൊ പണ്ടത്തെ പോലെ നടക്കുന്നില്ല. അതുകൊണ്ടുണ്ടാവുന്ന വിഷമാണ് ഇവക്ക്. ഇവൻ എന്താ വിചാരിച്ച ഇവളെ കൂട്ടിക്കൊടുത്തിട്ട് ആ കാശ് മേടിച്ചിട്ട് എന്നും ഞണ്ണി സുഖമായിട്ട് ഇതുപോലെ ഹിന്ദുജനങ്ങളെയും പറ്റിച്ച് എല്ലാ കാലത്തും മൂഞ്ചിച്ച് ജീവിക്കാമെന്നോ? കോവാലൻ ഓൾറെഡി പെട്ടിട്ടുണ്ട്. പക്ഷെ ഇനിയൊരുത്തനും കോവാലനെ പോലെ പെടാനായിട്ട് നിൽക്കൂല, നിന്നു കൊടുക്കൂല, ഇനി പെടുമില്ല. അതുകൊണ്ട് മുമ്പിൽ ഇനി യാതൊരു മാർഗവും ഇല്ല. ഒരു മാർഗവും ഇല്ലാണ്ടാവുമ്പോ ചിലർ കിടന്ന് കളിക്കുന്ന ലാസ്റ്റത്തെ കളി ഉണ്ടല്ലോ, ആ കളിയാണ് ഇപ്പം ഇവള് കളിച്ചോണ്ടിരിക്കുന്ന കളി, മാർഗം കളി. നീ അവളെ കാണിച്ചു കൊടുത്താ മതി. അതും പൊക്കി പിടിച്ചോണ്ട് ഇവിടെ ആരെയും കാണിക്കാൻ വരണ്ട. നീ നിന്റെ സാധനം പൊക്കി പിടിച്ചോണ്ട് നിന്റെ അടുത്തിരിക്കുന്ന ആ താത്തിച്ചീനെ കാണിച്ചു കൊടുത്താൽ മതി. ബാക്കി പെണ്ണുങ്ങളെ കാണിക്കാനായിട്ട് നീ വരണ്ടട നാറി. അരുൺ എന്ന് പറയുന്ന വ്യക്തി അത്ര സംസ്കാരമില്ലാത്തവരും കൂടെ ഒന്നുമല്ല. ഇങ്ങോട്ട് കയറി ചൊറിയാൻ വരുമ്പോ അങ്ങോട്ടും പോയി ചൊറിഞ്ഞില്ലേ മോശമല്ലേ? പ്രത്യേകിച്ച് ഈ ഒരു കാര്യത്തിൽ ഒരു കാര്യമില്ലാണ്ട് ഒരു പണി തൊഴിലാളിത്തണ മറ്റേ വാട്ടർമാലന്റെ ഇമോജി ഇട്ട് നടത്തണം. അതന്നെയല്ല അതേമാതിരി ഇതൊക്കെ പിന്നെ ഒരു പണിയില്ലാണ്ട് ആരോ ഒരു വാട്ടർമെലന്റെ ഇമോജി ഇട്ടെന്ന് പറഞ്ഞു. ഇവന് ധാരാളം പണിയുണ്ടല്ലോ. ഇവൻ ഒന്നാമത് ഇവൻ തന്നെ ഒരു പുരുഷവേശിയാണ്. അതുകൊണ്ടാണ് ബസ്സിൽ കണ്ട ഇവന് സ്വന്തം വീട്ടിൽ പോവാതെ ഇവളുടെ കെട്ടിയോന്റെ വീട്ടിൽ വന്നിട്ട് ഇവൾക്ക് അന്തിക്കൂട്ട് അട്ടിപ്പേറ് കിടക്കുന്നത്. ഇവന് ധാരാളം പണിയുണ്ടല്ലോ. കൂട്ടിക്കൊടുപ്പുകാരൻ, സ്വയം പുരുഷവേശ്യ, അവൾക്ക് അന്തിക്കൂട്ട് കിടക്കണ്ടേ, സംരക്ഷിക്കണ്ടേ? അപ്പൊ ഇവന് ധാരാളം പണിയുണ്ട്.